ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നിയമസഭയിൽ നടന്ന സംഭവത്തിൽ വാദി പ്രതിയായ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. വാദികളായ MLA-മാർക്കെതിരായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ആക്രമണത്തിന് വിധേയരായത് UDF MLA-മാരാണ്. പക്ഷെ അവർക്കെതിരായിട്ട് ജാമ്യമില്ലാത്ത കേസെടുത്തിരിക്കുകയാണ്. ഈ രാജ്യത്തെ പോലീസ് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ സർക്കാരിൻ്റെ പാവയായിട്ട് CPM-ന്റെ പാവയായിട്ട് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം കലാപത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിയമസഭാ അങ്കണത്തിലുണ്ടായ സംഭവത്തിന് എതിരായിട്ട് കേസെടുത്തിരിക്കുന്നത്. വനിതാ MLA-മാർ ആക്രമണത്തിൽ കൈയൊടിഞ്ഞ KK രമ ഉൾപ്പെടെയുള്ള ഉമാ തോമസ് ഉൾപ്പെടെയുള്ള 2 പേർക്കെതിരായിട്ട് അവരുൾപ്പെടെയുള്ള 7 പേർക്കെതിരായിട്ടാണ് കലാപശ്രമം നടത്തി സ്ത്രീത്വത്തെ അവമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസെടുത്തിരിക്കുന്നത്. ഇത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അതേ സമയത്ത് മെഡിക്കൽ ICUവിലായിരുന്നു സനീഷ് കുമാർ ജോസഫ്. അദ്ദേഹത്തെ നിലത്തിട്ട് ബൂട്ടിട്ടാണ് ചവിട്ടിയത്. അത് ജാമ്യമുള്ള കേസ്. അപ്പൊ എങ്ങനെയാണ് കേരളത്തിൽ നീതി നടപ്പാക്കുന്നത്? MLA-മാർക്ക് പോലും കിട്ടാത്ത നീതി സാധാരണക്കാരൻ എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉയരുന്ന ചോദ്യം. ഇതൊന്നും കണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ വരണ്ട, ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട. അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഞങ്ങളെ ഭയപ്പെടുത്താമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്ക്. ഈ പോലീസിനെയൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാണ്. അവർ വേണമെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാണ്. ഒരു പ്രശ്നമില്ല, അറസ്റ്റ് ചെയ്ത് ജയിലിലാക്ക്, നമുക്ക് കാണാം. അല്ല, ആരാണ് ഇദ്ദേഹം ഞങ്ങളെ പേടിപ്പിക്കാൻ, ഭയപ്പെടുത്താൻ? ഇല്ലാത്ത കേസുണ്ടാക്കി, കള്ളക്കേസുണ്ടാക്കി. നാണമുണ്ടോ അദ്ദേഹത്തിന്? നാണമുണ്ടോ അദ്ദേഹത്തിന്? കള്ളക്കേസെടുക്കുക, MLA-മാർക്കെതിരെ കള്ളക്കേസെടുക്കുക. കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിയാണ് ഇത് ചെയ്തിട്ടുള്ളത്? അല്ല, ഇവര് നിയമസഭയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ടാണ്. മാത്രമല്ല, അവർ ഏറ്റവും ഭയപ്പെടുന്നത് അടിയന്തര പ്രമേയ ചർച്ചകളെ. അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ഉള്ള പ്രതിപക്ഷത്തിന്റെ അവകാശം എന്ന് പറയുന്നത് വർഷങ്ങളായി ഉള്ള അവകാശമാണ്. എല്ലാ പ്രതിപക്ഷവും മാറി മാറി വന്ന പ്രതിപക്ഷം അത് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ചോദ്യം, ഇത് മന്ത്രിമാർക്ക് പോലും നല്ലതല്ലേ ഈ അടിയന്തര പ്രമേയ ചർച്ച? മന്ത്രിമാർക്ക് അവരുടെ മികവ് പ്രകടിപ്പിക്കാൻ, അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കൂടി കിട്ടുന്ന അവസരമല്ലേ? പുതിയ മന്ത്രിമാരുണ്ട് ഇഷ്ടംപോലെ. അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അവർക്ക് നല്ല രീതിയിൽ മറുപടി കൊടുക്കാൻ, നന്നായി പഠിച്ചു വന്ന് നോട്ടീസ് കൊടുക്കുന്ന വിഷയത്തിൽ നന്നായി പഠിച്ചു വന്ന് നല്ല രീതിയിൽ മറുപടി കൊടുക്കാൻ പാടില്ലേ? പേടിക്കുന്ന എന്തിനാ? ഞങ്ങൾ ഈ വിഷയം ഉയർത്തുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? മുഖ്യമന്ത്രി പറയുന്നത് അത് തരില്ല എന്നാണ്. അദ്ദേഹം അതങ്ങ് എടുക്കുകയാണ്. ഞങ്ങളുടെ അവകാശം അതങ്ങ് എടുക്കുകയാണ്. എൻ്റെ ചോദ്യം, ഞങ്ങൾ അത് കേട്ട് വാലും ചുരുട്ടി നിയമസഭയിൽ പോയിരുന്നാൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാനടക്കമുള്ള മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരും വിചാരണ ചെയ്യപ്പെടും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ. വർഷങ്ങളായിട്ട് മാറി മാറി വന്ന കേരളത്തിലെ എല്ലാ പ്രതിപക്ഷവും അനുഭവിക്കുന്ന ഒരു അവകാശം നിയമസഭയുടെ ചർച്ചകളുടെ ചാരുതയാണ്. അടിയന്തര പ്രമേയ ചർച്ചകൾ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു ഡിബേറ്റാണ് അവിടെ നടക്കുന്നത്. അതാണ് നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ ദിവസവും. അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. എന്തിനാണ് മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? ഞങ്ങളത് അവതരിപ്പിക്കുമ്പോൾ മന്ത്രിമാർക്ക്, ഏത് മന്ത്രി, മുഖ്യമന്ത്രിക്കാണെങ്കിലും മന്ത്രിമാർക്കാണെങ്കിലും അവർക്ക് 2 പ്രാവശ്യം അവസരമുണ്ട് അതിന് മറുപടി പറയാൻ. അപ്പൊ അത് മറുപടി പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ റൂൾ 300 മാത്രമായിട്ട് ആകാശവാണി മാത്രമാക്കി നിയമസഭയെ മാറ്റും. ഇനി പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവരുമോ? ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന്, ചർച്ചകൾ പാടില്ല എന്ന്. ഇപ്പൊ ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യണം. അതിന് വിട്ടുവീഴ്ച ഉണ്ടാവില്ല, ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അത് അന്വേഷിക്കും. അതിലെ ഉത്തരവാദികളായ ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കും. മാധ്യമങ്ങളെയോ മാധ്യമപ്രവർത്തകരെയോ ഒരു തരത്തിലും ആക്രമിക്കാൻ പാടില്ല എന്നത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണ്. KPCC പ്രസിഡന്റുമായിട്ട് ആ വിഷയം ചർച്ച ചെയ്യും. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ അവർക്കെതിരായിട്ട് നടപടിയെടുക്കും. ഒരു സംശയം വേണം. നിയമസഭയിലെ കയ്യാങ്കളിയിൽ പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അക്രമത്തിന് വിധേയരായത് UDF-ന്റെ MLA-മാരാണ്. പോലീസ് സംവിധാനം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം നടന്നത്. CPM-ന്റെ പോലീസാണ് കേരളത്തിലുള്ളത് എന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം വനിതകൾ ഉൾപ്പെടെയുള്ള MLA-മാരെ അതിക്രമിച്ചു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് പേടിയില്ല എന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു.